നെതന്യാഹുവിനെതിരെയുള്ള കേസുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അഴിമതി കേസുകൾ വീണ്ടും ദേശീയവും അന്താരാഷ്ട്രവുമായ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. 2020 ആരംഭിച്ച ഈ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. അന്തിമവിധി ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 1000, 2000, 4000 എന്നീ 3 പ്രധാന കേസുകളാണ് നിലവിലുള്ളത്. ഇവയിൽ ഓരോന്നും വ്യത്യസ്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. കേസ് 1000 സാധാരണയായി ഗിഫ്റ്റ് കേസ് എന്നാണ് അറിയപ്പെടുന്നത്. സമ്പന്നരായ ബിസിനസ്സുകാരിൽ നിന്ന് വില കൂടിയ സമ്മാനങ്ങൾ സ്വീകരിച്ചു എന്നുള്ള ആരോപണത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് കേസ് 1000. സിഗാർ, ഷാമ്പയിൻ തുടങ്ങിയ ആഡംബര വസ്തുക്കൾ സ്വീകരിച്ചതിന് പകരമായി സർക്കാർ സഹായം നൽകിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ വാദം. കേസ് 2000 ഒരു പ്രധാന പത്രസ്ഥാപനവുമായി രഹസ്യധാരണയിലൂടെ അനുകൂല വാർത്തകൾ നേടാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഏറ്റവും ഗുരുതരവും ശ്രദ്ധേയവുമായത് കേസ് 4000 ആണ്. ഈ കേസിൽ ബെസക് എന്ന ടെലികോം കമ്പനിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകിയതായി ആരോപിക്കപ്പെടുന്നു. അതിന് പകരമായി ആ കമ്പനിക്ക് ബന്ധപ്പെട്ട വാല എന്ന വാർത്താ പ്ലാറ്റ്ഫോമിലൂടെ നെതന്യാഹുവിന് അനുകൂലമായ വാർത്തകളും ഇമേജ് നിയന്ത്രണവും ലഭിച്ചുവെന്നാണ് അന്വേഷണ വിഭാഗത്തിന്റെ നിലപാട്. ഇത് ബ്രിബറി, ഫ്രോഡ്, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നീ ഗുരുതര കുറ്റങ്ങൾ ഉൾപ്പെട്ടതിനാൽ ഈ കേസ് പ്രത്യേക ശ്രദ്ധയിലാണ്. 2026 നിലവിലെ സാഹചര്യത്തിൽ വിചാരണകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. യുദ്ധവും സുരക്ഷാ സാഹചര്യങ്ങളും കാരണം പലതവണ കോടതി നടപടികൾ നീണ്ടുപോയിട്ടുണ്ട്. പല ഹിയറിങ്ങുകളും മാറ്റിവെക്കേണ്ടി വന്നതോടെ കേസ് ഏറെക്കുറെ വൈകുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കേസ് 4000 ക്രോസ് എക്സാമിനേഷൻ ഘട്ടത്തിലാണ് നടപടികൾ മുന്നേറുന്നത്. പ്രോസിക്യൂഷൻ പക്ഷം ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് ബെസക് കമ്പനിക്ക് ലഭിച്ച സാമ്പത്തിക നേട്ടങ്ങളും വാല വെബ്സൈറ്റിലെ വാർത്താ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനുകളും പ്രധാന തെളിവുകളായി ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം പ്രതിഭാഗം ഇത് സാധാരണ രാഷ്ട്രീയ ഇടപെടൽ മാത്രമാണെന്നും ബ്രിബറി എന്ന കുറ്റം തെളിയിക്കാൻ ആവശ്യമായ വ്യക്തമായ ഗീവ് ആൻഡ് ടേക്ക് കരാർ തെളിയിച്ചിട്ടില്ലെന്നും വാദിക്കുന്നു. നിയമപരമായി നോക്കുമ്പോൾ ഈ കേസിന്റെ കേന്ദ്ര ചോദ്യമാണ് സർക്കാർ അനുകൂല തീരുമാനം നൽകുകയും അതിന് പകരമായി മാധ്യമ പിന്തുണ നേടുകയും ചെയ്തുവോ എന്നത്. ഇതിന് വ്യക്തമായി തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബ്രിബറി കുറ്റത്തിൽ കർശനമായ ശിക്ഷകൾക്ക് വഴിയൊരുക്കും. ഇല്ലെങ്കിൽ കേസ് ദുർബലമാകുവാനും സാധ്യതയുണ്ട്. കുറ്റം തെളിഞ്ഞാൽ നെതന്യാഹുവിന് ജയിൽ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. എന്നാൽ ഡീൽ മുഖേന ഒത്തുതീർപ്പുകൾ ഉണ്ടാകാമെന്നും അല്ലെങ്കിൽ കോടതി കുറ്റവിമുക്തനാകാമെന്നുള്ള സാധ്യതകളും നിലവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്തിമ ഫലം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇസ്രായേൽ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ പ്രതിഫലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ വിചാരണ രാജ്യത്തിനകത്തും പുറത്തും വലിയ ശ്രദ്ധ നേടുകയാണ്. അടുത്ത മാസങ്ങളിലോ വർഷങ്ങളിലോ ഉണ്ടാകുന്ന കോടതി വിധി ഇസ്രായേൽ രാഷ്ട്രീയ ദിശ തന്നെ മാറ്റുവാൻ സാധ്യതയുള്ളതാണ്. RJBC ന്യൂസ്.